ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വയനാട് ടു ഊട്ടിയിലെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടത്. ഇതിനു മുമ്പ് ഞാൻ 3 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ലൊക്കേഷനും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലോട്ടാണ് പോണത്. അപ്പോൾ വയനാട് നിന്ന് നേരെ ഞങ്ങൾ പോണ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി കവർ ചെയ്ത് പിന്നെ ഗുണ്ടൽപേട്ട് വഴി ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോ കയറിയിട്ട് അവിടെ നിന്ന് മുതുമലൈ ടൈഗർ റിസർവ്, അങ്ങനെ ആ റൂട്ട് കയറി മസനഗുഡി വഴി ഊട്ടിയിലോട്ടൊരു യാത്രയുണ്ട് ഇപ്പോൾ പോണത്. ഇപ്പോൾ ഞങ്ങൾ കയറണത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ്. ഈ വഴി നമുക്ക് കുറേ മൃഗങ്ങളെയും പിന്നെ നല്ല കാഴ്ചയൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ വയനാട് ടു ഊട്ടി പോണവർ എന്തായാലും ഈ റൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളൊരു ഡിസംബർ ആ ഒരു ടൈമിലാണ് പോയത്. ആ റൂട്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, ഞങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റി. പോണ വഴി കുറേ ആനകളെ കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി അവിടെ നിർത്താനുള്ള പെർമിഷൻ ഇല്ല, നിർത്തിയാൽ അവർ കണ്ടാൽ പിന്നെ ഫൈൻ കിട്ടും. അപ്പോൾ കണ്ടോ, കുഞ്ഞ് ആനകളെയൊക്കെ കണ്ടു, നല്ല രസമായിരുന്നു കേട്ടോ. കുറേ ആനകളെ കാണാം നമുക്ക്. ഊട്ടി ആ മസനഗുഡി റൂട്ട് കയറണ വരെ നമുക്ക് കുറേ ആനകളെ കാണാം. മാനിനെ കാണാം, മയിൽ, പിന്നെ കുരങ്ങന്മാർ, പിന്നെ കാട്ടുപോത്ത്, അങ്ങനെ കുറേ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ ഇത്. ഈ വീഡിയോയിൽ കൂടുതലും വോയിസ് ഓവർ ചെയ്യാനില്ല കേട്ടോ, കൂടുതലും കാഴ്ചകളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കണത്. ഇപ്പം ഞങ്ങൾ കുറേ മാൻകൂട്ടത്തെ കാണാം കേട്ടോ. ഞങ്ങൾ കാറിൻ്റെ ഹോൺ അടിക്കുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടി ഒരുമിച്ചൊരു നോട്ടം നോക്കും. ഈ ആനേനെയാണ് കുറച്ചും കൂടി അടുത്ത് കണ്ടത്. റോഡിൻ്റെ സൈഡിൽ തന്നെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പിന്നെയും വണ്ടി വളച്ചിട്ട് വന്നു ആനയുടെ. ഇപ്പോൾ ഞങ്ങൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നിന്ന് മുതുമലൈ ടൈഗർ റിസർവിലോട്ട് കയറാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും സെയിം ഫോറസ്റ്റാണ്. പിന്നെ ബന്ദിപ്പൂർ കർണാടകയിലാണ്, മുതുമലൈ തമിഴ്നാട്ടിലാണ്. ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പോണ ഫോറസ്റ്റ് റൂട്ട് എന്ന് പറയണത് കേരളം, കർണാടക, തമിഴ്നാടും എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ പോയി മസനഗുഡി എത്തിയപ്പോൾ തന്നെ ഇരുട്ടായിട്ടോ. അപ്പോഴാണ് ഞങ്ങൾ കാട്ടുപോത്തിനെയൊക്കെ കണ്ടത്. പിന്നെ അങ്ങോട്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഊട്ടി പോയിട്ട് അവിടെ ഒരു റൂമിൽ സ്റ്റേ ചെയ്തു. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ അടുത്തുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊട്ടകരി എന്നുള്ളൊരു പ്ലേസിലാണ് റൂം എടുത്തത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഫസ്റ്റ് പോയ ലൊക്കേഷൻ ലാംസ് റോക്ക് ആയിരുന്നു. അതൊരു വ്യൂ പോയിൻ്റ് ആണ്.
അത് കൂണൂർ എന്നൊരു സ്ഥലത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കേട്ടോ. അവിടെ ഞങ്ങൾ പോണ വഴി നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അധികം തിരക്കും ഉണ്ടായില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് നല്ലോണം കുറേ നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ കണ്ടുവരാൻ പറ്റി. ഇവിടെ കണ്ടോ, കാണാൻ നല്ല രസമുണ്ടോ. നമ്മൾ ആ മേഘങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കണ പോലെ തോന്നും. നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടുത്തെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയ ലൊക്കേഷൻ നീൽഗിരി റെയിൽവേ ഫോട്ടോ പോയിൻറ്റ്. പക്ഷേ ഈ ലൊക്കേഷനിലൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ആ ഒരു മാപ്പിൽ ഇങ്ങനെ കണ്ടിട്ട് പോയതാണ്, പക്ഷെ അത് കുറച്ച് ദൂരവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ഇത്ര ഉള്ളൂ എന്നറിഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഇറങ്ങി ഒന്ന് ഫോട്ടോ എടുത്ത് പിന്നെ പോയി തിരിച്ച്. ഞാൻ നെക്സ്റ്റ് പോയ ലൊക്കേഷൻ ഗവൺമെൻറ് മ്യൂസിയം ഉദകമണ്ഡലം. അപ്പോൾ ഇത് സ്റ്റോൺ ഹൗസ് എന്നും അറിയപ്പെടും. ഇതെന്തോ 1989 എന്തോ ബിൽഡ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് കുറേ ട്രൈബൽ ഒബ്ജക്ട്സ്, സ്കൾപ്ചേഴ്സ്, പെയിൻറ്റിങ്സ്, കുറേ ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതെന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിരിക്കണം കേട്ടോ ഊട്ടി വന്നാൽ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയ ലൊക്കേഷൻ റോസ് ഗാർഡൻ ആയിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും റോസ് ഗാർഡൻ ഫേമസ് ആണ് ഊട്ടിയിലത്തെ. പക്ഷെ ഞങ്ങൾ പോയ മന്തിൽ അത്രയും റോസസ് ഒന്നും ഉണ്ടായില്ല, അങ്ങനെ അധികം വ്യൂ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് മാർച്ച് ടു ജൂണാണ് കേട്ടോ. അപ്പം നമുക്ക് കുറേ റോസസ് കാണാം. അവിടെ എന്തോ 21,000 വെറൈറ്റീസ് ഓഫ് റോസസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു സീസണിൽ പോയാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ റോസസിൻ്റെ. നെക്സ്റ്റ് ലൊക്കേഷൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങി. ശനിയാഴ്ചയും കൂടി ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നമുക്ക് കുറേ ടൈപ്പ് പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, ട്രീസ്, പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, അങ്ങനെ കുറേ കാണാം കേട്ടോ. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. നമുക്ക് കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ലൊക്കേഷൻസാണ് ഊട്ടിയിൽ വിസിറ്റ് ചെയ്തോളൂ. ഞങ്ങൾക്കൊരു 1 ഡേ ഉണ്ടായാലും ഞങ്ങൾക്ക് അന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. പിന്നെ ഇവിടെ കുറേ അട്രാക്ഷൻസ് ഉണ്ട് നമുക്ക് കാണാൻ, ലേക്ക്, അങ്ങനെ കുറേ പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ലൊക്കേഷൻസിൽ കയറിയോളൂ. എന്നിട്ട് ഞങ്ങൾ അന്ന് തന്നെ ഈവനിങ് ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ കൊച്ചിയിലോട്ട് വന്നു. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.